ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും എന്ത് സത്യങ്ങളാണ് തിരിച്ചറിയാൻ പോകുന്നത് എന്നാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും പല സത്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു ഫേസിലാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ച് മാറി നിന്ന് ചിന്തിക്കുന്ന ഒരു ഫേസിലാണ്. മുൻപ് നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടി പറയുന്നതിനനുസരിച്ച് നീങ്ങിയിരുന്ന ഒരു ഫേസിലായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായങ്ങളില്ല, സ്വന്തം തീരുമാനങ്ങളില്ല, ഒന്നും തന്നെ ഇല്ലാതെ തേർഡ് പാർട്ടി എന്താണോ പറയുന്നത് അത് കണ്ണടച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും എനിക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഈ സിറ്റുവേഷനിൽ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ആരാണ് ജെനുവിൻ? നിങ്ങളാണോ അതോ ഈ തേർഡ് പാർട്ടി ആണോ ജെനുവിൻ എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടീനെ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് അടിസ്ഥാനമാക്കിയിട്ട് ഒരു തീരുമാനവും അവരുടെ റിലേഷൻഷിപ്പിൽ എടുക്കുന്നില്ല. അതായത് കൂടുതൽ മെച്യൂരിറ്റിയും അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെ ഇമോഷണൽ ബാലൻസും ഇതാണ് ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത് എന്നുള്ള ചിന്തകളാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് ആരോടാണ് ഫീലിങ്സ് എന്ന് മാത്രം ചിന്തിച്ചിരുന്ന നിങ്ങളുടെ വ്യക്തി ആരാണ് എന്നെ ജെനുവിൻലി വാല്യൂ ചെയ്യുന്നത് എന്ന ചിന്തയിലേക്ക് മാറുന്നു. ഇവിടെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ സന്തോഷം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് സമാധാനം, സന്തോഷവും ലോങ് ടേം സ്റ്റെബിലിറ്റിയും ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എനിക്കിപ്പോൾ ഡ്രാമയല്ല വേണ്ട, എനിക്കൊരു സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതമാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സ്പ്രെഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു റിലേഷൻഷിപ്പിന്റെ സക്സസ് എന്നത് വേർഡ്സ് മാത്രമല്ല, ഫീലിങ്സ് മാത്രമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങുന്നു. ഫ്യൂച്ചർ കമ്മിറ്റ്മെന്റ്, ലോയൽറ്റി, ഇതെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള ചിന്ത ഇപ്പോൾ വളരെയധികം കൂടിക്കൂടി വരികയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കുന്ന സമയത്ത് കൊടുത്തിരുന്ന പ്രോമിസസ്, തേർഡ് പാർട്ടി കൊടുത്തിരുന്ന പ്രോമിസസ് അതൊന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും തന്നെ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വേദനയോടുകൂടി തിരിച്ചറിയുന്ന ഒരു ഫേസാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലൈഫല്ല ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ അവർ അനുഭവിക്കുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് ചേഞ്ചസ് കൊണ്ടുവരുന്നു. അതായത് മുൻപ് ഹിഡൻ ആയിരുന്ന കാര്യങ്ങളെല്ലാം ഗ്രാജുവലി സർഫസിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്. അതായത് ടൈമിങ്, പേഴ്സ്പെക്റ്റീവ്സ്, ഇതെല്ലാം തന്നെ മാറുകയാണ്. ഒരു സൈക്കിൾ അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു റിയലൈസേഷൻ വരുന്നു. നിങ്ങളുടെ വ്യക്തി മുൻപ് കാണാതെ പോയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആരാണ് ജെനുവിൻ, അല്ലെങ്കിൽ ശരിക്കും പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണോ എന്നുള്ള ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. ഇവിടെ വിധിയാണ് സിറ്റുവേഷനെ മാറ്റാൻ തുടങ്ങുന്നത്. അതായത് ചില ഹിഡൻ പാറ്റേൺസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? സെയിം സൈക്കിളിൽ തന്നെ നിങ്ങളുടെ വ്യക്തി കുടുങ്ങിപ്പോയോ എന്ന റിയലൈസേഷൻ എല്ലാം തന്നെ വരുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇമാജിൻ ചെയ്തതുപോലെ സ്ട്രോങ് അല്ല ഇപ്പോൾ ഉള്ളത്. അതായത് ഇവിടെ തേർഡ് പാർട്ടിയുടെ ട്രൂ ഇൻറ്റൻഷൻസ് പോലും കൂടുതൽ ക്ലിയർ ആകാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഉള്ളത്. അതായത് അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നു എന്നാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളിൽ ചിന്ത വരുന്നത്, എനിക്ക് സമാധാനം തരാത്ത കാര്യങ്ങളിൽ ഞാൻ എന്തിനു നിൽക്കണം? ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഞാൻ മാത്രം എഫേർട്ട് ഇട്ടിട്ട് എന്താണ് എനിക്ക് കിട്ടുന്നത്? സമാധാനം, സന്തോഷവും ഇല്ല. ഒരേ പ്രോബ്ലംസ് തന്നെ വീണ്ടും വീണ്ടും വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഇമോഷണലി എക്സോസ്റ്റഡ് ആണോ? ഞാൻ ഇതിൽ കൂടുതൽ അർഹിക്കുന്നില്ലേ എന്നുള്ള ചിന്തകളെല്ലാം തന്നെ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ പിടിമുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. ഓവറോൾ ഈ സ്പ്രെഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജെനുവിൻ കണക്ഷൻ എന്താണെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെയും തേർഡ് പാർട്ടിയും കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ പഴയ പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നും കൂടി അവർ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു ഫേസ് തന്നെയാണ്. എന്ത് തന്നെ ആയാലും യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് നൽകി തുടങ്ങിയിരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടായിരിക്കാം തേർഡ് പാർട്ടിയുടെ അരികിലേക്ക് പോയിട്ടുണ്ടാവുക. ആ വേദനയ്ക്കുള്ള തിരിച്ചറി യൂണിവേഴ്സ് നൽകി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക്
ഈ ഒരു സ്പ്രെഡിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കർമ്മ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ പറയാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.